നമസ്കാരം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായെങ്കിലും സോഷ്യൽ മീഡിയ വിമർശനം അവസാനിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM തകർന്നടിഞ്ഞതോടെ CPM-ൽ ജില്ലാ തലം മുതൽ സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വരെ ഉയർന്നത് പിണറായി MV ഗോവിന്ദൻ വിരുദ്ധ വികാരമാണ്. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്നും ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറി നിൽക്കണം എന്നുമുള്ള മുറവിളിയാണ് ഈ യോഗങ്ങളിൽ ഉയർന്നത്. ഇപ്പോൾ പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തും ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തും തുടരുമ്പോൾ വിമർശനം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല. CPM കേരളത്തിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ സ്ഥാനം BJP ഏറ്റെടുക്കും എന്ന മുന്നറിയിപ്പ് നൽകിയാണ് CPM സൈബർ അണികൾ ഈ വിമർശനം കനപ്പിക്കുന്നത്. ഈ രീതിയിൽ ശ്രദ്ധേയമായ സോഷ്യൽ മീഡിയ കുറിപ്പ് വൈറലാവുകയാണ്. CPM-ന് മുന്നറിയിപ്പ് നൽകി പാർട്ടി കൂറ് ഉയർത്തിപ്പിടിപ്പിക്കുന്ന കുറിപ്പ് തന്നെയാണിത്. CPM നശിച്ചു കാണരുത് എന്നാഗ്രഹിക്കുന്ന നേതാവ് തന്നെയാണ് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും. ആ കുറിപ്പ് ഇങ്ങനെ: കൃത്യമായ സന്ദേശം. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. 81 വയസ്സായ ഒരാളുടെ രാഷ്ട്രീയ മോഹം ജനങ്ങളുടെ ആജീവനാന്തകാലം സേവിച്ചു കളയാം എന്നത് മാത്രമല്ല, പാർലമെന്ററി വ്യാമോഹം കൂടിയാണ്. ഇടതുമുന്നണിയുടെ പരമാധികാര കേന്ദ്രം PB ആണ്. ആ PB വച്ചിരിക്കുന്ന പരിധി 75 വയസ്സാണ്. എനിക്ക് ശേഷം പാർട്ടി അങ്ങ് നശിച്ചു പോകും എന്ന ചിന്ത തോന്നുന്നുണ്ടെങ്കിൽ അത് രണ്ടാം നിരയെയും മൂന്നാം നിരയെയും വളർത്തിക്കൊണ്ടുവരാത്ത കഴിവുകേടാണ്, അല്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയമെന്ന മനോഭാവമാണ്. 81ാമത്തെ വയസ്സിൽ പ്രതിപക്ഷം നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. രണ്ടാം നിരയിൽ യോഗ്യരായവർ ആരുമില്ല എന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്നതിന് തുല്യമാണ്. കാലാവധി കഴിയുമ്പോൾ 86 വയസ്സാകും. തെളിഞ്ഞ ബുദ്ധിക്കൊപ്പം ഉറച്ച ശരീരവും വേണം. പോഡിയത്തിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന പിണറായിയെ നാം കണ്ടു. വളരെ ആദരണീയനായ കടന്നപ്പള്ളി രാമചന്ദ്രനെ 81ാം വയസ്സിൽ കണ്ണൂർ പോലൊരു മണ്ഡലത്തിൽ മത്സരിപ്പിച്ചതും അതിക്രമമാണ്. ധർമ്മടം സീറ്റ് രാജിവെക്കണം. 35 എന്ന സംഖ്യ 35 ആയാലും ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. MP രാജേഷോ സ്വരാജോ ആ സീറ്റിൽ മത്സരിക്കട്ടെ. ഇനി വിശ്രമിക്കൂ പ്രിയ സഖാവേ. EMS-നെ നഷ്ടപ്പെട്ടപ്പോൾ പോലും പതറാത്ത പാർട്ടിയാണിത്. ഇത് വ്യക്തി അധിഷ്ഠിതമല്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. നന്ദികേടല്ല, വ്യക്തിയേക്കാൾ വലുതാണ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഈ മണ്ണിൽ കരുത്തോടെ നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. ഇടതുപക്ഷം അസ്തമിച്ചാൽ വർഗീയ ശക്തികൾ ഇവിടെ വേരുറപ്പിക്കുമെന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ് 1969 നവംബറിൽ രണ്ടാം മുഖ്യമന്ത്രി പദം ത്യജിക്കുമ്പോൾ EMS-ന് 60 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പിന്നീട് മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതിന് ആരും എതിർക്കില്ലായിരുന്നു. അദ്ദേഹം അതിന് ശ്രമിച്ചില്ല, വഴി മാറിക്കൊടുത്തു എന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. EMS മാതൃകയാവട്ടെ എന്നാണ് ഈ സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറയുന്നത്. CPM-ൽ നിന്ന് പുറത്തുപോയി UDF പിന്തുണയോടെ MLA-മാരായ സുധാകരനും ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒക്കെ ഇപ്പോൾ സഭയിൽ CPM-ന് വലിയ തലവേദനയായിരിക്കുകയാണ്. ഇതിനിടയിലാണ് നേതൃത്വത്തെ ലക്ഷ്യമാക്കിയുള്ള സോഷ്യൽ മീഡിയ കുറിപ്പുകളും. എന്തായാലും തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുക തന്നെയാണ്.